does it make you dance when you're drunk with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I want you, love me again. You know how I feel inside me. Every breath I take, you know there's no one beside me. But I will be okay. I forever love you, girl. Just be on mine. You in my heart. I really want you, girl. I dream about you, girl. I will never let you go. You in my soul. I won't forget you, girl. Yeah, you let me alone. I will hate that love you, girl. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. Won't you love me again? Ooh, yeah. Ooh, yeah. Yeah, yeah. I promise you a reason to smile. I promise you a reason to smile. I got a feeling, oh no, yeah, yeah. You got a feeling. I got a promise you, I will and down say. I promise you, I'll make you what you say. I wanna touch you down.
പരിശുദ്ധൻ 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 ഒരു സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. പാർക്കുമോർ കാരുണ്യവാനും മനസ്സലിവുള്ളവരുമായ കർത്താവേ, വേർതിരിക്കപ്പെട്ട ഈ പകൽ സമയം ഏറ്റവും അനുഗ്രഹീതമായി തീരണമേ. പ്രത്യേകാൽ പ്രിയമകൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ആരംഭിക്കുന്ന പരിശുദ്ധ സഭയുടെ ക്രമീകരിക്കപ്പെട്ട ഉദാശ നിർവഹിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയാകണമേ. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മകനെയും മകളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഉത്തമരായ ദമ്പതികളാകുവാൻ ആശ്രയത്തിലെ തിരുക്കുടുംബം പോലെ സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കൃപകളുടെയും ഭവനമാക്കി തീർക്കുന്ന ഒരു കുടുംബജീവിതം ഇവരെയും അവിടുന്ന് പ്രവർത്തിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇവർക്ക് മുൻപോട്ടുള്ള വഴികളിൽ വെളിച്ചമായി പ്രകാശമായി തീരണമേ. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും ദൈവസന്നിധിയിലും സമാധാനവും ആശ്വാസവും പ്രാപിക്കുകയാകട്ടെ. ഇത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. പ്രത്യേക വിവാഹ കുദാശയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇരു കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുന്ന എല്ലാ ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇരു കുടുംബം ഇന്ന് ഒന്നാകുന്ന അനുഭവത്തിലേക്ക് ആയിത്തീരുമ്പോൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങളുടെ പ്രതികരണങ്ങൾ കൊണ്ടും സ്വഭാവങ്ങൾ കൊണ്ടും ദൈവസന്നിധിയിൽ ഒന്നായിത്തീരുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ. ഈ കൂദാശ അതിന് മുഖാന്തരമായി തീരണമേ. പ്രിയമകനെ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. കുടുംബജീവിതം ദൈവം തന്ന ദാനമാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ മുമ്പോട്ടുള്ള കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാൻ പ്രിയ മകനും മകൾക്കും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ മാതാപിതാക്കളെയും വന്നു ചേർന്ന സഹോദരി സഹോദരങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകണമേ. ഈ കുദാശയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അഭിഷിക്തന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ രീതിയിലും ഈ കൂദാശയിൽ സംബന്ധിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മുമ്പോട്ടുള്ള വഴികളിൽ ഞങ്ങൾക്ക് വെളിച്ചമായി പ്രകാശമായി തീരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ സകല പരേതരുടെ ആത്മാക്കളെയും ഇമ്പങ്ങളുടെ പറുദീസായി വിശ്രമിപ്പിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ദൈവമേ സ്നേഹവും സമാധാനവും മാതാവിന്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധങ്ങളുടെയും മധ്യസ്ഥയും കാണുന്നതാണ്. പുറപ്പെടുന്ന അവിടുത്തെ മകന്റെ പേരും വേണ്ടി ഒരുക്കിയിരിക്കുന്ന കുദാശയുടെ മേൽ കുടുംബജീവിതത്തിന് മേലും എല്ലാവരുടെ പേരും നേർക്കുണ്ടായിരിക്കുന്നതാണ്. Wipe your tears, take a breath. Lay your head on my chest. Let me hold you through the night.
Yeah, the world can bring us down, but I still believe somehow it's all gonna be alright. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus. Oh, we'll have a few fights, who's wrong and who's right, but I want you to know, at the end of the day, I'm always here to stay. No, you'll never be alone. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത മശിഹാരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിന്റെ കർത്തവ്യമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിലയിൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടണമേ. നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയണമേ. ഞങ്ങളുടെ മനസ്സാൽ ശ്രേഷ്ഠമാകണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണ മണവാടി ശ്രേഷ്ഠയുമാകണമേ. നിന്റെയും ആദ്യം നിന്നെ പൃഥ്വി എല്ലാ വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ ദൈവം തമ്പുരാനെ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവമേ, എൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ വിപത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു.
അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികളിൽ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, സൃഷ്ടിക്കണമേ, ആത്മാവിനെ ഉൾപ്പെടുത്താക്കണമേ. നിന്റെ തിരുമുഖത്തിനെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ നിർവഹിക്കരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവെന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാവികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിയെടുക്കവേ കാണുന്ന ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്കുമാകുന്നു. ലശമായോനെ ബാവുസാലറോനെ ബഗാതുലുകൻ ശോധു സോബുദായ് മശീഗോ മലേറാഗമേ. രക്ഷകനേ, വൈദികർ തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകനെ സദയം മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും മോതിരമതിനാൽ കൊലയേകും രക്ഷിതയാ. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. ബാരക്കുമോ ശുഭോലാമോലബറോവൽ റൂഹോ കാദീശോ. മൂലം മാതാവൽ മൂലം മീനാമി വാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സംഭൂഷ്യം താരാ ബജറൂഹ മുറിയുറവിമെലുവതാരേ. ബറക്കുമോർ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്തിന് ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. ഓശോ വബകുലിശ്വാൻ ലുവൽ നീ. നൽകുക നന്മൊഴി മാനസമേ, ഹല്ലേലൂയ സേവിക്കും ഞാൻ രചനയൻ നുര ചെയ്യും. ബോലബറോവൽ റൂഹോ കാദീശോ. മൂലം നാദാവൽ മൂലം
പരമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ 10,000 അതിലുത്തമനാ തൻ പൂങ്കാവാണിസരായേ ശുഭ്രൻ യാക്കോബിന്റെ ദയയിൽ രക്തം മറുതി തൈലത്തിൽ മൃദുലം ലബനോൻ കാരികിനിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടും ബറയ്ക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല. നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിലും മാലിന്യങ്ങളിലും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കി ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസെന്ന് അവളെ സംരക്ഷിച്ച് സർവ്വവിധ കളങ്കങ്ങളും പാപങ്ങളും കടങ്ങളിലും പാപങ്ങളിലും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരങ്ങളെ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തന്നെ യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടങ്ങൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങളാൽ കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മൗത്തവസ്ത്രം കൊണ്ട് നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമാതിന്റെ ശരീരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ അതിനെ നീ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീന ദാസരായ ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാകുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശ്വസഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകലവിധ മാലിന്യങ്ങളിലും ക്ലേശങ്ങളിലും അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാകണമേ. കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈ റേന്മാരും ആലാഖമാരും ഇടവിടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ.
കർത്താവെ, തിരുമുമ്പാസന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രമാക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ട് നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാ നിന്ന് ഇടപെടാ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. പതിവൃതയ പരിപാവന സഭയെ മാനോർക്കാന്തൻ വേട്ടൊരു നേരം ശീമോന്യോ കന്നാനെന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോനെ സുവിശേഷം യോഗന്നാനെ കൽപ്പിച്ചാൻ വിലയേറിയിടും ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പി പാറയ്ക്കുമോ. സുബഹോല ബോല ബറുവൽ റൂഹോ കാദീശോ വെടുപ്പുള്ള ആത്മാക്കളെ തനിക്കായി വാദിച്ചും ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വാദിച്ചും ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളായ മധുരവരണം യേശുവാൻ നീ അവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമല്ലാത്ത ഐക്യവരുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലം സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലം കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടി ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദർശമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ പാർക്കുമോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് താൻ പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതാക്ഷിയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് താൻ ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ സുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസ്സാക്ഷി നയിക്കുവാൻ തൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീവായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ സഭയാ തിരുസഭയാ അത്യുന്നതരുടെ മാണവാട്ടി സഭ ചൊല്ലിടുന്നു എൻ വരദേവൻ ഞാൻ ധന്യ വന്നേക്കും നിന്നെ വീട്ടൊരു മണവാളൻ തന്നെ പ്രിയനെ വിട്ടൊരു നാളിൽ സസ്വരമുന്നതി ഞാൻ പൂണ്ടു സൃഷ്ടികളതിശയമാണ്ടു അഭിമയണിഞ്ഞു ഞാൻ ധന്യ മാർഗങ്ങളിലൂടെ ചോര
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് വിവാഹ കൂദാശയിലൂടെ ഉണ്ടാക്കപ്പെടുന്ന പ്രിയ മണവാളൻ, മണവാട്ടി, നാം എല്ലാവരും ഈ മക്കളുടെ ജീവിതത്തിലെ സന്തോഷപരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ക്ഷണം സ്വീകരിച്ച് ഈ ദേവാലയത്തിലായിരിക്കുകയാണ്. വിവാഹം ദൈവത്താൽ കൽപ്പിതമാണ്. വിവാഹ ജീവിതം സ്വർഗത്തിലെ, ഭൂമിയിലെ സ്വർഗമാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് വിവാഹ കൂദാശയിലൂടെ ഒന്നാക്കപ്പെടുന്ന ഈ പ്രിയ മണവാളനും മണവാട്ടിയും നിങ്ങളെല്ലാവരുടെയും അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് 1-2 ആശയങ്ങൾ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. വിവാഹം ദൈവകൽപ്പിതമാണ് എന്ന് ആമുഖമായി പറഞ്ഞുവല്ലോ. രണ്ടാമത്തെ ശുശ്രൂഷയിൽ വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗം വായിക്കുമ്പോൾ അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ട്, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഒരുപക്ഷെ ഈ പ്രിയമകനും മകളും അവരുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ചേർന്ന് കുറേയേറെ ചർച്ചകൾക്കും ആശയപരമായ കൈമാറ്റങ്ങൾക്കും ശേഷമായിരിക്കാം ഇപ്രകാരമുള്ള വിവാഹ കൂദാശയിലേക്ക് കടന്നു വന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവകൽപ്പിതമാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രിയ മകനായിട്ട് ഈ മകളെയും, ഈ മകൾക്കായിട്ട് ഈ പ്രിയ മകനെയും ദൈവം ആദിയിലെ ഒരുക്കിയതാണ്. അതിൻ്റെ സാക്ഷ്യത്തിനായിട്ടാണ് അവരൊന്നാക്കപ്പെടുന്ന ഈ വലിയ മുഹൂർത്തത്തിൻ്റെ സാക്ഷികളായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ മണവാളിനും മണവാട്ടിയും നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം, ഹൃദയത്തിൽ എപ്പോഴും പേറേണ്ടതുണ്ട്. നമ്മളെടുത്ത തീരുമാനങ്ങൾ അത് ദൈവ തീരുമാനങ്ങളായിരുന്നു. ഈ വിവാഹ കൂദാശ അത് ദൈവകൽപ്പിതമാണ്. മറ്റെല്ലാ നമ്മുടെ ലോകപ്രകാരമുള്ള ചിന്തകളെക്കാളും ബോധ്യങ്ങളെക്കാളും ഉപരിയായി വിവാഹ കൂദാശയിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെടുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ടത് ഇത് ദൈവം എനിക്ക് നൽകിയ വരദാനമാണ് എന്ന് തന്നെയാണ്. വിവാഹ ജീവിതത്തെക്കുറിച്ചും അവിവാഹിത ജീവിതത്തെക്കുറിച്ചും വേദപുസ്തകം പ്രതിപാദിക്കുന്നതും അപ്രകാരം തന്നെയാണ്. വരം ലഭിച്ചവർക്കല്ലാതെ ഈ വചനം എല്ലാവർക്കും ഗ്രാഹ്യമല്ല എന്നാണ്. അതിന് വിവാഹ ജീവിതവും അവിവാഹിത ജീവിതവും രണ്ടും ദൈവത്താൽ നൽകപ്പെടുന്ന വരങ്ങളാണ്. ഈ പ്രിയ മകനും മകൾക്കും ദൈവം ഇന്നേ ദിവസം വിവാഹ ജീവിതത്തിൻ്റെ കൂദാശയിലൂടെ ഒന്നാക്കപ്പെടുന്ന വൈവാഹിക ജീവിതത്തിൻ്റെ വരം നൽകിയിരിക്കുകയാണ്. ശ്രേഷ്ഠമായ ഈ വരം സ്വീകരിച്ചിരിക്കുന്ന മക്കൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ജീവിതാന്ത്യത്തോളം പേറേണ്ട ഒരു ബോധ്യം, ഞങ്ങളല്ല ഞങ്ങളെ തിരഞ്ഞെടുത്തത്, മറിച്ച് ദൈവമാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന ബോധ്യം ഉണ്ടാകണം. രണ്ടാമതായി, എന്തിനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്? ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുക എന്നുള്ളതാണ് വിവാഹത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം. ഒരുപക്ഷെ പ്രായോഗികമായ ജീവിതത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് സ്വർഗമല്ല, സ്വർഗത്തിൻ്റെ ഒരു അനുഭവങ്ങൾ അതിൽ കാണുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. എന്നാൽ അതിലെത്രയോ സ്വർഗീയമായ അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും നൽകുന്നുണ്ട്. സ്നേഹിക്കുവാനും പരസ്പരം വഹിക്കുവാനും ത്യാഗം വഹിപ്പാനും ക്ഷമിപ്പാനും ഒക്കെയുള്ള എത്ര അവസരങ്ങൾ ഈ ലോക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ നാം ഒന്നും വിചാരിക്കരുത്, നാം എല്ലാം ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും സുഖകരമായ ഒരു അനുഭവത്തിൽ നാം ഇങ്ങനെ ആലസ്യത്തിലായിരിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെയല്ല. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ക്രിസ്തു നമ്മളോട് പറയുമ്പോൾ ആ സ്വർഗരാജ്യ അനുഭവം നാം തന്നെ ഉണ്ടാക്കേണ്ട ഒന്നുകൂടിയാണ് എന്നുള്ള ബോധ്യവും നമ്മെ ഭരിക്കണം. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലൂടെ ഒന്നാക്കപ്പെടുന്ന ഈ പ്രിയ മകനും മകളും ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുക എന്നൊരു ദൗത്യം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ ആത്മഫലങ്ങൾ കൊണ്ട്, സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും പരോപകാരവും ഇന്ദ്രിയവും ഒക്കെ കൊണ്ട് നിങ്ങൾ ഇരുവരും ചേർന്ന ഒരു കുടുംബം സൃഷ്ടിക്കുകയാണ്. അത് സ്വർഗരാജ്യത്തിൻ്റെ ഒരു പ്രതീകമായിരിക്കട്ടെ.
ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ഈ സ്വർഗരാജ്യ അനുഭവത്തിൻ്റെ പങ്കാളികളാണ്. ഈ സ്വർഗം അനുഭവിപ്പാനും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ മറ്റുള്ളവരെ അതിന് പങ്കാളികളാക്കാനും കൂടിയാണ് ദൈവം നിങ്ങളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു സൃഷ്ടികർമ്മത്തിൻ്റെ ദൗത്യവും കൂടി ഈ സ്വർഗരാജ്യ അനുഭവത്തിലുണ്ട്. ദൈവമാണല്ലോ സകലത്തെയും സൃഷ്ടിക്കുന്നത്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും ദൈവമാണ് എങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തോട് പങ്കുകാരാകുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടി ഈ സ്വർഗരാജ്യ അനുഭവത്തോട് ചേർത്ത് ദൈവം ഈ പ്രിയമക്കളെയും ഒരുക്കുന്നുണ്ട്, നൽകുന്നുണ്ട് എന്നുള്ള ബോധ്യം ഭരിക്കട്ടെ. മൂന്നാമതായി പ്രിയമക്കളെ, നിങ്ങൾ ഈ ലോകത്തിൽ ഇത്രത്തോളം വളർന്നു, നിങ്ങൾ ഇത്രത്തോളം വളർത്തപ്പെട്ടു. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഈ സാക്ഷ്യത്തിനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നവരും നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരാണ്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ചേർന്ന ഒരു സ്വർഗരാജ്യ അനുഭവം സൃഷ്ടിപ്പാൻ തക്കവണ്ണം ഒന്നാക്കപ്പെടുന്ന തലത്തിൽ മറ്റുള്ളവരെ മറന്നു പോകുവാൻ ഇടയാകരുത്. ഒരുപക്ഷെ ഇന്നത്തെ പ്രായോഗികമായ ജീവിതത്തിൽ പലപ്പോഴും നാം കണ്ടുവരുന്നത് സ്വർഗരാജ്യ അനുഭവമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മണവാളിനെ മണവാട്ടിയൊക്കെ ഒന്നിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അവരായി അവരുടെ പാടായി ഞങ്ങൾക്കാരെയും വേണ്ട എന്നൊരു ചിന്ത പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല. നിങ്ങളുടെ ഓരോ വളർച്ചയിലും നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങളുടെ മാതാപിതാക്കൾ പൊഴിച്ച കണ്ണുനീരുകൾ, അവർ ഏറ്റ വെയിലുകൾ, അവരേറ്റ കഷ്ടപ്പാടുകൾ, അവർ ദൈവസന്നിധിയിൽ പകർന്ന ഹൃദയം നുകർന്നിയ പ്രാർത്ഥനകൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അന്ത്യത്തോളം ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ഒന്നാക്കപ്പെടുമ്പോൾ മറ്റുള്ളവരെയും കൂടെ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ മാത്രമല്ല സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ ആ പങ്കുകാരാകേണ്ടത്. നിങ്ങളോട് ചുറ്റും നിൽക്കുന്നവർ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഗുരുക്കന്മാർ, നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങളെ ശുശ്രൂഷിച്ചവർ, പലതരത്തിലും ഇന്നയോളമുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ ഓമനിച്ച് വളർത്തിയവർ എല്ലാവരും ഈ സ്വർഗരാജ്യത്തിൻ്റെ പങ്കുകാരാകുവാൻ അർഹതപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ച് സ്വർഗരാജ്യത്തിൻ്റെ സൃഷ്ടി നിങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കൂടെ ആ സ്വർഗരാജ്യ അനുഭവത്തിന് പങ്കാരാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരാൻ മേൽ നയിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ വന്ദരായ വൈദിക ശ്രേഷ്ഠയുടെയും ഈ സാക്ഷ്യമുള്ള സമൂഹത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കും. അഴിവില്ലാത്ത മണവർക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളെ ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിന് ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആദിമനീതിയേറെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. സാരയോടബറാ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. റബ്ബിയോടി സഹാ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. രാമേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. ബാരക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹു കാദീശോ എന്നോലം വാദാമേ ഓലം വൽദീനാമി മിസ്രയിൽ യൗസേ
ദൈവം തൻ ബഹുകൃപയാ പറക്കുമോ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസനെ നിന്റെ നൽവനങ്ങളുടെ ശിരത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളുള്ളതായ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശ്രൂഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. പറക്കുമോർ ഹോശോ വഖൂല സുബ്ഹാൻ ലവൽ മീ. മോദിക്കട്ടെ പരമനാഥ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി സ്വർഗത്തിൽ സഭയെ നിൻ കാത്തൻ സ്ഥാപിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാതെ സദാ നേരവും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാകമാർ തന്റെ സിംഹാസന ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന ആദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ.
നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥിരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്നോടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ ഇവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുക്കുലെ സുബ്ഹാൻ ലവൽ മീൻ. മറയ്ക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും വന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനു നൃപതിശലോമോന്വിമല സഭേ നിന്നെ നാളീപ്പു നിന്നാദരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം സഭയെ സകലവിധം സുമുഖി നീ ശ്രീമായെ വന്നിപ്പതിനാൽ രാജാവാശീഹ ഹല്ലേലൂയ. കാക്കുന്നു നിന്നെ ബാരകിനോ ശുഭഹോല ബോല ബറോവൻ റൂഹോ കാദിശോ ഹല്ലേലൂയ. സഭയോടും എന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകരാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകീടാബന്ധിച്ചവയാ അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്ത താതസുതാമനരോഹായ ഏകത്വം ത്രിത്വം മഹിമേഴും മണവാട്ടി സമം മധ്യേ മേരുന്നേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെയും തനിക്കായി നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവയും തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി കുത്തനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കും മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മികമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ.
നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗീയ വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവർ നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബ്കൂലസ്ബാ ലവൽമീ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് പാർക്കുമോ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സകലത്തിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായുള്ള അതിനെ പ്രതി പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുവീൻ. എന്തെന്നാൽ തൻ്റെ ശരീരമായ സഭയുടെ രക്ഷകനായി മശിഹാ സഭയുടെ തലയായ പ്രകാരം ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. സഭ മശിഹായ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാ സ്വപ്രാണനെ നൽകി തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. വചനപ്രകാരം ജലത്തിലുള്ള സ്നാനത്താൽ കറയോ ചുളിവോ അതുപോലെ വലുതും കൂടാതെ വിശുദ്ധയും തേജസ്വിയുമായി സഭയെ നിലനിർത്തുവാനായിട്ട് അവൻ സഭയെ സ്നേഹിച്ചു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ല. പിന്നെയോ മശിഹാ തൻ്റെ സഭയെന്നപോലെ അതിനെ പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നുവല്ലോ. ആയതുകൊണ്ട് ഭർത്താവ് തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഏകശരീരമായി തീരുകയും ചെയ്യുന്നു. ഇതൊരു വലിയ മർമ്മമാകുന്നു. ഞാൻ മശിഹായെക്കുറിച്ചും അവൻ്റെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുവനും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ പ്രതി മാതാപിതാക്കളെ അനുസരിക്കുവേൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് പാർക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവുടെ കൂടെ ദൈവമായ കർത്താവ് ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്നവനായ വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്ന് കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ
യേശുമശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവയൊക്കെയും പ്രകാരം സംഭവിച്ചു. യേശു ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദായിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പുരുഷന്മാർ അടുത്തു ചെന്നു. ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോടുത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവാണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെയാകുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലയോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ബാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. വന്യസ്ത്രീവാതരുവിന്മേ നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യം ഘോഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനീനുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണ്ണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക അൻപാലിമ്പം നൽകാം മുടിയാൽ മണവാളൻ മണവറയാൽ മണവാട്ടിക്കും ലോഭിതേധുമോറാ മെൻഷ്മായോ സോയാവനോഹേ ലഹാസിനോയോയേ ക്ലീലോ തു കൊഹനോ സോയേ ബാരിഷേ
ആചാര്യന്മാരാ ദമ്പതികൾക്ക് രചിതം മകുടം പാരം രുചിരം വാനീനുടയോ കയ്യാ മകുടം കോശമിറങ്ങുന്നു മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം ശാശ്വതശാലാധീശ സത്യമണാള ശീഘ്രം സവിതമണം നീടണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നീതിയും കിരീടം നിന്നെ ധരിപ്പിക്കുകയും അക്ഷയമാനുഗ്രഹങ്ങളാൽ അലങ്കരിക്കുകയും പിശാചിന്റെ ദുഷ്ടതയെ പ്രതിരോധിക്കുവാനായി ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനീനുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണ്ണവാട്ടിയ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും ലീലോബീദേതുമോറാ മെൻസ്മായോ സ്വയാവുനുഹേ ലഖൽ സോയോയേ ക്ലീലോ tu coganoso barisho Ukumo shafi klino dagadal malkom shigo bidai kogane zgayo larishot hasnov kalso വാനീനുടയോ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണ്ണവാട്ടിയ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ തൻ മകുടം തിരുമുടിയോട് സദൃശം മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശം. നീതിയും കിരീടവും അക്ഷയഭംഗി അലങ്കാരങ്ങളും കർത്താവ് ധരിപ്പിക്കട്ടെ. പിതാവിന് പുത്രനും പരിശുദ്ധാമസ്തി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷം അനുഭവിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഹോശോ വബുകുല സുബാ അലാ വൽമീ. ശുഭചിഹ്നം താ സ്ലീബാ വിജയമോടിതാ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴുന്നു മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ്
നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹാ തമ്പുരാൻ യഥാർത്ഥമായ തന്നെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹാ തമ്പുരാൻ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകരം വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കറുഷായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ദാനമായി നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ആചാര്യന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും അപ്പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മസ്രൈനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശോ വബകുല സുബാൻ ലവൽ മിൻ ഏതൻ തോട്ടം നട്ടോനേ, നീയാണ് യുവമണവാളൻ. നിന്തോട്ടത്തിൽ പേർക്കാൻ വിശിച്ചിടുക കുളിർ തന്നൽ. സത്യമണാളാ നീതിയാ മണവാട്ടി, നീയാണ് തടലും താവും ചെയ്യണമെന്നോടു കാര്യം. സ്ത്രീവായാലവകാശനം മുദ്രിതമാക്കി പീഡകള അടിമ വിടുത്തി സ്വർഗത്തിൽ പന്തിലെന്നെ നീയേറ്റി. നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിൽ ഞാൻ നീച്ചേ. ഓറിയോരാകെ മേലയിലൂ ആധാരേ. കർത്താവേ നിൻ ആർദ്രത നിറയും വാതിൽ തുറന്നീ. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ ദമ്പതികളെയും തലയിൽ ചൂടും മാകുടങ്ങളെയും വലതു കരത്താൽ വാഴ്ത്തിയിടേണം. നാമം ചൊല്ലി ദമ്പതികൾക്കായി വരമേ ഗേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. ധന്യതയാർന്നു പരിശുദ്ധ
പ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനി ഭവതി സ്തുതി പാടാൻ കിന്നരമേ സ്തോത്രം ചെയ്യുവാൻ കർത്താവേ ഇവരുടെ വായന വാഴ്ത്തിടേണം. ബാറക്കുമോർ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും സമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനയുമായ പരിശുദ്ധ കന്യമർത്തോറിയമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങൾ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്വർഗ്ഗത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശമുള്ള പിതാവിന്റെ സമത്തോളവനും സർവ്വതാത്മാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സാപ്രകാരം സർവ്വത്തിൽ നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചറക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുടെയും രക്ഷയുടെയും ലഭിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായെ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുറപ്പെട്ട് പിതാവിനോട് മറുപടിപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സംസാരിച്ചതുമായ ജീവനുമായ കാതോലികോസ്നേഹിതവുമായ ഏകപക്ഷസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യപോയുടെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോ ദൈവത്തിനുയരത്തിൽ തന്മാതാവിനുന്നതിയും മഹിമാമുള്ള സഹദേന്മാർക്കും മൃദവിൽ കരുണയുമുണ്ടാകാജനമേ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരണങ്ങളിൽ അറിവാഴ്ത്ത പക്കലപേക്ഷയണക്കേണം.
മാർത്തോമാ മേലും നിന്നോർമ്മ ഉദരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും ഞാൻ കോപത്തിൻ വഴികളെയും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. ആത്മീയമായ വിവാഹ കുദാശയിൽ ഞങ്ങളോടൊപ്പം വന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം കുറവുള്ളതും ബലഹീനവുമായ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആബോ വബ്രോ വൽ റൂഹായോ കാദീശോ ഹോശോ ബുകുൽ അസ്മാൻ വൽമീൻ. ആമേൻ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരുടെ ചൊല്ലി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. How great the chasm that lay between us. How high the mountain I could not climb. In desperation I turned to heaven and spoke your name into the night. Then through the darkness your loving kindness tore through the shadows of my soul. The work is finished, the end is written. Jesus Christ, my living hope. Oh, who could imagine so great a mercy? What heart could fathom such boundless grace? The God of ages stepped down from glory to wear my sin and bear my shame. The cross has spoken, I am forgiven. The King of Kings calls me his own. Beautiful Savior, I'm yours forever. Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in your name. Jesus Christ, my living hope. Then came the morning that sealed the promise. Your buried body began to breathe, and out of the silence the roaring lion declared the grave has no claim on me. That's good news. Sing that again. Then came the morning that sealed the promise. Your buried body began to break, and out of the silence the roaring lion declared the grave has no claim on me. Jesus, yours is the victory.
ദൂരത്തു കണ്ട അറിയാത്ത ഭാവം അരികത്തു വന്നാൽ ആതിരാകൂടം ഉള്ളുള്ള വാക്ക് ഉടയുള്ള നോക്ക് അരികത്തു വന്നാൽ ആതിരാകൂടം ഉലയുന്ന പൂവേ മദനത്തിൽ മലരമ്പു പൂവേ നിറമുള്ള നാണം വിടരുന്ന പനി പരുവ മനസ്സിനുള്ളിൽ സലോമ 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 Ooh.
Yeah, yeah. Ooh, ooh, ooh. Can you feel tonight? My love is so real. Tonight I can't breathe. I never let you go. My world is all so cold. Since forever, you're my girl, and I'm so sure. Baby girl, you make my heart feel alone. And I'm with you always, you are not alone. You're so beautiful, things I do for my love. You know it's true. You're so beautiful, things I do for my love. You know it's true. One way, you know I, baby, love you more. Me, would come me and hit the floor. You look so good when you are mad at me, baby. The way you touching me, you driving me crazy. As if you let me go, girl, I'll be so lonely. And no matter where you are, you will be my only. You're so beautiful, things I do for my love. You know it's true. You're so beautiful, things I do for my love. You know it's true. You're so beautiful, things I do for my love. You know it's true. You're so beautiful, things I do for my love. You know it's true. When I look into your eyes, you're making me feel like I'm in paradise. Oh no, every day I want you more. I'm gonna do everything you ever want. Yeah, come closer to me, boo. I love when you hold me. With you, I lost the words, the things that you show me. You're so beautiful, things I do for my love. Yeah, you're so beautiful, things I do for my love. You know it's true. Everything you ever want. Yeah, you're so beautiful, things I do for my love. My love. Yeah, you're so beautiful, things I do for my love. You know it's true. Everything you ever want. Yeah, you're so beautiful, things I do for my love. My love. യഹോവേ നിഴലാകുന്നു, ഞങ്ങൾക്ക് കൂടത്തിലുള്ളത്. യഹോവയുടെ ഇടനാകുന്നു, ഒന്നുണ്ടാകുകയില്ല. പശ്ചാത്തലങ്ങളിൽ അവരെന്നെ കിടത്തുന്നു. സ്വത്തുകളുടെ വെള്ളത്തിനരികെ എന്നെ എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എന്നാളും നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുമല്ലോ. എന്റെ വഴിയും പോലെ എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിടുതൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നന്ദി കഴിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം എന്നോടുള്ള നിൻ സർവാ
പിതാവിനും പുത്രനും പരിശുദ്ധനും സഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും ധനവാനായ പരിശുദ്ധൻ 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 സ്തുതി. സമയത്ത് കർത്താവെ ഞങ്ങൾ ഇതിനു വേണ്ടി കടന്നു വന്നുവെന്ന് അതിന് മുന്നമേ അറിയുന്നതായി ഇത്രത്തോളം ഞങ്ങൾക്ക് വഴി നടത്തുന്ന കുറയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. കർത്താവെ മകളുടെയും മകൻ്റെയും വിവാഹ ശുശ്രൂഷയിലൊക്കെ മംഗളപരമായി ഇരിക്കുവാൻ തന്നെ സഹായിക്കട്ടെ. സ്തോത്രം. ദൈവമേ, കാലാവസ്ഥയുടെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതല്ല. ദൂരെ നിന്ന് എല്ലാവരെയും വിഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങയോടും ശബ്ദത്തോടും കൂടി അങ്ങയെ തീരുവാൻ കൊല്ലപ്പത്തിന് അവിടെ സഹായിച്ച കുറയ്ക്കായി ഞങ്ങൾ നിന്നെ ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ കുറയ്ക്കായി ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കൂടെ വന്ന ചർച്ചക്കാരെയും വാഹനങ്ങളെയൊക്കെ അവിടെ നിയന്ത്രിച്ചതിനായി ഇത്രത്തോളം ഭംഗിയായി ദൈവമേ ഈ കുടുംബത്തിൽ കടന്നു വരുവാനും എൻ്റെ മകളെ ഇവിടെ ഏൽപ്പിക്കുവാനും അത്യത്തോളം കൂടുതൽ വരവിനായി ഞങ്ങളെ വലിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നവരെ ഉണ്ടായി കേൾക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ സുഗന്ധോ ആവാസം കർത്താവെ തലവടിക്കുന്നതിനും ഇന്ന് വിവാഹിതരായ ഭക്തോടുകൂടെയും ഈ രണ്ട് കുടുംബങ്ങളോടുകൂടെയും വിദേശത്തോടുകൂടെയും അവർ പല വിദേശത്തോടുകൂടെയും അല്ലെങ്കിൽ സഭമേലും ഇതൊക്കെ ഓരോരുത്തരുടെയും ഉണ്ടായിരിക്കുമാറാകുന്നത്.
I feel love when I look into your eyes. I believe if you move out from my side, I'll be losing grip on you, grip on you. देखो करीब से मिले हैं नसीब से, आएगा पल ये फिर कहाँ। आज अचानक तुमसे मिले हम, ये तो नहीं है बेवजह। पूछो जरा इस दिल से, हम हैं मिले मुश्किल से, कल फिर ना हो हम जो यहाँ।